ഹായ് മക്കളെ, മെയ് 3 ഇനി എത്ര ദിവസങ്ങളുണ്ടെന്ന് അറിയാലോ നമുക്കല്ലേ. നമ്മൾ കാത്തിരുന്ന ദിവസമാണ് മെയ് 3. കാരണം അന്നാണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ. ഒരേ ഫോമുലയും ഒരേ നോട്ട്സും ഒരേ പ്രിപ്പറേഷനും ഒക്കെ ആയിട്ട് ആയിരങ്ങളാണ് എക്സാം ഹാളിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് അവരിൽ എന്തുകൊണ്ടായിരിക്കും വളരെ കുറച്ച് ആളുകൾ മാത്രം ടോപ്പ് റാങ്കിൽ എത്തുന്നത്? കാരണം നീറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ നോളജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷ മാത്രമല്ല, മെന്റലി നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നും കൂടി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പരീക്ഷയാണ് നീറ്റ്. ആ 3 മണിക്കൂറിൽ നിങ്ങളെ പ്രഷർ കൂടും. ഇതിനു മുമ്പ് നിങ്ങൾ എത്ര തവണ കണ്ട ചോദ്യങ്ങളാണെങ്കിലും ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ അൺഫെമിലിയർ ആയിട്ട് നമുക്ക് തോന്നും, ഒരു പരിചയമില്ലാത്ത പോലെ നമുക്ക് തോന്നും. നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സില്ലി മിസ്റ്റേക്ക് പോലും നമ്മുടെ ഫുൾ കോൺഫിഡൻസിനെ ഇല്ലാതെയാക്കും. പക്ഷെ ഇതിന് പകരം ഞാൻ ഇനി പറയാൻ പോകുന്ന പോലെ നിങ്ങൾ എക്സാം ഹാളിലാണെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്കി. വളരെ കാമായി റിലാക്സ്ഡായി നിങ്ങൾ പരീക്ഷ എഴുതുന്നു. സ്കിപ്പ് ചെയ്യുന്ന ഒരു ചോദ്യവും നിങ്ങളെ റാങ്ക് തീരുമാനിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾ വരുത്തുന്ന സില്ലി മിസ്റ്റേക്കുകൾ അപ്പോൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യും. അത് പക്ഷേ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെ എഴുതുന്നവരാണ് എപ്പോഴും ടോപ്പ് റാങ്കിലേക്ക് എത്തുന്നത്. ടോപ്പേഴ്സ് ഒരിക്കലും ഹാർഡായ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് തളർന്നു പോവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ എത്രത്തോളം സിലബസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ആ സിലബസ് കവർ ചെയ്തു പോയ ആളുകൾ, മുഴുവൻ പഠിച്ചു പോയ ആളുകൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എക്സാം ഹാളിൽ തളർന്നു വീണു അല്ലെങ്കിൽ കുഴഞ്ഞു വീണു എന്നൊക്കെ. എസ്പെഷ്യലി 2025 നീറ്റ് എക്സാമിന്റെ ചോദ്യ പേപ്പർ കണ്ടപ്പോൾ ഒരുപാട് കേസുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. കാരണം ചോദ്യ പേപ്പർ കണ്ടതോടുകൂടി എക്സാം ഹാളിൽ നീറ്റ് എഴുതാൻ പോയ വിദ്യാർത്ഥികൾ തളർന്നു വീണു, കുഴഞ്ഞു വീണു എന്നൊക്കെ പല ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരുന്നില്ല അവർ എക്സാം ഹാളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങൾ എത്രത്തോളം സിലബസ് കവർ ചെയ്തു എന്നതിനൊപ്പം നിങ്ങൾ മെന്റലി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുകൂടി ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരീക്ഷയിലേക്കാണ് മെയ് 3 രാവിലെ നിങ്ങൾ പോകാൻ പോകുന്നത്. സോ സ്ട്രോങ് ആയിട്ടിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാൻ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.